ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ല ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് വന്നത്. കുറേ അധികം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. എന്താണെങ്കിലും പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും അവസാനം കാണിച്ച സീനിൻ്റെ വിശേഷങ്ങളെ പറ്റി അതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പ്രൊമോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് രാഘവനുണ്ണി എത്തുകയാണ്. വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഹരിയേയും കൂട്ടി ഈ രാഘവനുണ്ണി എത്തുന്നത്. കാരണം കേസിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. പത്മ കേസിൽ കുറുപ്പിന് സന്തോഷിക്കാനുള്ള വകകളെല്ലാം തന്നെയുണ്ട്. കാരണം ഹാർഡ് ഡിസ്ക് അഞ്ജലിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി, അത് അനുപമ സഹായിച്ചു. ഒരു രീതിയിലുള്ള തെളിവുകളും അഞ്ജലിക്ക് കോടതിയിൽ കാഴ്ചവെക്കാൻ പറ്റിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കുറിപ്പിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് വളരെ അധികം സന്തോഷത്തിലാണ്. ഇപ്പം തന്നെ കേസ് ജയിച്ച ഒരു ഭാവത്തിലാണ് രാഘവനുണ്ണി ഉള്ളത്. ഇതിനിടയിൽ നമുക്കറിയാം രാഘവനുണ്ണിയും കുറുപ്പും തമ്മിൽ തെറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഇപ്പോൾ ആയിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കിടാനായിട്ട് ഹരിയും കൂട്ടി രാഘവനുണ്ണി കുറുപ്പിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ സോറിയൊക്കെ പറഞ്ഞ് കുറുപ്പ് സോറിയൊക്കെ പറയും, അങ്ങനെ പറ്റിപ്പോയി. ആ ഒരവസ്ഥയിൽ അനുപമ അഞ്ജലിയുടെ ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ലാടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോറിയൊക്കെ കുറുപ്പ് രാഘവനോട് പറയുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്നും അല്ല പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ രാഘവനുണ്ണി അവിടെ എത്തി സന്തോഷമൊക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വലിയൊരു സംഭവം പൊട്ടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പും കാവ്യയും കൂടി. കുറുപ്പ് ചോദിക്കുകയാണ്, ആരാണ് അർജുൻ അഞ്ജലിക്ക്? അർജുനും അഞ്ജലിയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് കേൾക്കുമ്പോൾ രാഘവനുണ്ണി വിചാരിക്കുമേ, എന്ത് ബന്ധം? അർജുനും അഞ്ജലിയും തമ്മിൽ അറിയുക പോലും ഇല്ല, അവർ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാകാനാണ്? ആ രീതിയിലൊക്കെ രാഘവനുണ്ണി ചോദിക്കും പറയും. എങ്കിലും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് ഞാൻ അഞ്ജലിയെയും പത്മയെയും വഴിയിൽ വെച്ച് തന്നെ തടയാനായിട്ട്, കോടതിയിൽ എത്താതിരിക്കാനായിട്ട് ഒരു പ്ലാൻ ബി നടപ്പാക്കിയിരുന്നു. അതിനുവേണ്ടി എൻ്റെ ഗുണ്ട ചാൾസിനെയാണ് ഞാൻ അയച്ചത്. പക്ഷേ ആ പ്ലാൻ അമ്പാടെ പൊളിച്ച് കയ്യിൽ തന്നു തൻ്റെ അർജുൻ. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണി ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അർജുൻ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ കുറുപ്പും കാവ്യം പറയും, അത് തന്നെയാണ് ഞങ്ങൾക്കും അറിയാത്തത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാൾസിനെ പിടിച്ച് ഇഞ്ചി പരുവാക്കി തരകൻ എസ് ഐയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ അർജുൻ ഇട്ടുകൊടുത്തു. അതുപോലെ തന്നെ അഞ്ജലിയെ കൊല്ലാൻ ശ്രമിച്ചതും ഈ ചാൾസ് ആണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പും കാവ്യയും കൂടി നമ്മുടെ രാഘവനുണ്ണി വക്കീലിനോട് പറയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ രാഘവനുണ്ണി തന്നെ ഞെട്ടിപ്പോവും. സ്വപ്നത്തിൽ പോലും രാഘവനുണ്ണി ചിന്തിക്കാത്തൊരു കാര്യമാണ് താനിപ്പോൾ ഈ ചെവിയിലോട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം അർജുനും അഞ്ജലിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം, എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും രാഘവനുണ്ണി വിചാരിക്കുന്നുണ്ടോ? അവര് തമ്മിൽ ഒരിക്കലും കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു സംഭവം തന്നെ. അത് മാത്രമല്ല രാഘവനുണ്ണി ഇങ്ങനെ കേസുമായിട്ട് നടക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഫീൽഡുമായിട്ടും ഒരു രീതിയിലും ബന്ധപ്പെടാത്ത ഒരാളാണ് അർജുൻ. വേറെ ഏതോ ഒരു ലോകത്ത് ജീവിച്ചു പോകുന്ന ഒരാൾ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ രാഘവനുണ്ണി ശരിക്കും ഞെട്ടിത്തിരിക്കുകയാണ് എന്താ സംഭവം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ്, വളരെ ഷോക്കഡായിട്ട് ഇരിക്കുന്ന രാഘവനുണ്ണിയുടെ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സമയം കളയാതെ തന്നെ പോകാം. അപ്പോൾ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി പത്രം എന്ന രാഘവനുണ്ണി ശരിക്കും പറഞ്ഞ അർജുനോട് ഇത് ചോദിക്കാനായിട്ട് പോവുകയാണെന്ന് നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അതിന് മുമ്പായിട്ട് നടക്കുന്ന പ്രൊമോയുടെ സീൻ എന്ന് പറയുന്നത് പന്മ ഇറങ്ങിപ്പോയി, അത് ഓർത്തിട്ട് വിഷമിച്ച് വീടിന് മുമ്പിൽ നിൽക്കുന്ന അഞ്ജലി കുട്ടീനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പന്മയ്ക്ക് അത്രയധികം ആത്മവിശ്വാസം അഞ്ജലി കൊടുത്തിട്ടാണ് അനുപമയെ കാണാനായിട്ട് പോയത്. എന്നിട്ടും തിരിച്ചു വന്നപ്പോൾ പത്മ അവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. ഇത്രയധികം സ്ട്രഗിൾസും കഷ്ടപ്പാടും എല്ലാം അഞ്ജലി സഹിക്കുന്നത് എന്തിനാണ്? പത്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ പത്മ കേസിൽ വിജയം ഉണ്ടാകാനായിട്ട് വേണ്ടിയിട്ടാണ്. പക്ഷേ പത്മ ഇങ്ങനെ ചെയ്തു കളയുന്ന സ്വപ്നത്തിൽ പോലും അഞ്ജലി വിചാരിച്ചിട്ടില്ല.
ഇതിന് കാരണക്കാരി ആരാണെന്ന് നമുക്കറിയാം, അമ്മായിയാണ്. എന്താണെങ്കിലും ആര്യ അത് പറയാതിരിക്കില്ല അല്ലേ? എന്താണെങ്കിലും അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അഞ്ജലിയെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോയിൽ നമുക്ക് കാണാം അർജുൻ അഞ്ജലിയും തമ്മിൽ സംസാരിക്കുന്നത്. അർജുൻ പറയും, ഞാൻ പത്മയെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ആര്യ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പത്മ ഓടിപ്പോയി, അത് തപ്പി ഞാൻ കുറേ അധികം നടന്നു, പക്ഷെ എവിടെയും കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റിയില്ല അഞ്ജലി എന്നൊക്കെ പറഞ്ഞ വിഷമം പറയുന്ന അർജുനെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ പത്മ ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു ചതിയാണ് കേട്ടോ. പത്മ എന്തെല്ലാം സ്ട്രഗിൾസ് ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. അതിനിടയിൽ കുറച്ചുകൂടി ഒന്ന് പിടിച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ വളരെ അനുകൂലമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ അഞ്ജലിക്കുട്ടി പറഞ്ഞതല്ലേ. എങ്കിൽ പോലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ കേസ് തൊട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകായിരുന്നല്ലോ. എന്താണെങ്കിലും പത്മയെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല എന്ന് നമുക്ക് പ്രൊമോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും പിന്നെ വരാൻ പോകുന്ന പ്രൊമോയിൽ വന്ന സീനാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. അതായത് അർജുനോട് രാഘവനോട് ചോദിക്കുകയാണ്, നീയും അഞ്ജലിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അർജുന് ഷോക്കഡായി പോകുന്നുണ്ട് കേട്ടോ പ്രൊമോയില്. പക്ഷെ അത് പുറത്ത് കാട്ടാതെ ആദ്യം അർജുൻ ചോദിക്കും, ഏത് അഞ്ജലിയെ പറ്റി അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അർജുനും അഞ്ജലിയും തമ്മിൽ ബന്ധം എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങളും ചുറ്റും കൂടി നിപ്പുണ്ട് എന്ന് നമുക്ക് പ്രൊമോയിൽ കാണാനും പറ്റുന്നുണ്ട്. എന്താണെങ്കിലും രാഘവനുണ്ണിയുടെ ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും ഒന്ന് കുതറി മാറാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അർജുൻ ശ്രമിക്കുന്നുണ്ട്. ഏതഞ്ജലി, എനിക്കറിയത്തില്ല ഏതഞ്ജലിയെ പറ്റി അച്ഛൻ പറയുന്നത് എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും രാഘവനുണ്ണിക്ക് അർജുൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതാണെന്ന് അയാളുടെ വക്കീൽ ബുദ്ധിയിൽ തെളിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അയാൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി ഇത് അർജുൻ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാവും. അപ്പൊ അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ശത്രു അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി, അവള് നീയുമായിട്ട് എന്താ ബന്ധം എന്ന് എനിക്കിപ്പോൾ തന്നെ അറിഞ്ഞേ പറ്റൂ, അതാണ് നീ പറയേണ്ടതെന്ന രീതിയിൽ അർജുനോട് രാഘവനുണ്ണി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശരിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അഡ്വക്കേറ്റ് അഞ്ജലി, അവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അർജുൻ പതറിപ്പോകുന്നത് നമുക്ക് പ്രൊമോയിൽ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. എന്താണെങ്കിലും അഡ്വക്കേറ്റ് അഞ്ജലിക്കുട്ടിയും അതുപോലെ അർജുനും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടെന്നുള്ള സത്യം നാളെ എന്താണെങ്കിലും രാഘവനുണ്ണി മനസ്സിലാക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കഥയുടെ ട്വിസ്റ്റൊക്കെ വേറെ രീതിയിലേക്ക് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അർജുന് ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃത്യമായ തെളിവുകളും കാര്യങ്ങളും എല്ലാത്തോട് കൂടിയിട്ടാണ് രാഘവനുണ്ണി ഒരു വക്കീൽ ബുദ്ധിയിൽ ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അർജുന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ അർജുൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, തൻ്റെ കമ്പനി നടത്തുന്നതിൻ്റെ ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ ഒരു പക്ഷേ അർജുൻ ഉണ്ടാക്കിയെടുത്തേക്കാം. പക്ഷേ അപ്പോൾ രാഘവനുണ്ണി പറയാൻ പോകുന്നത്, അഞ്ജലിയായിട്ട് നീ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നീ ബന്ധം വിട്ടു, അതിനി പാടില്ല, അങ്ങനെയാണ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും, ആ രീതിയിലേക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടും ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, നാളെ അടിപൊളി ഒരു എപ്പിസോഡാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും കാത്തിരിക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് വളരെ ലളിതമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടേക്ക് കെയർ, ബൈ ബൈ.